ഏറ്റവും ബാക്കിൽ. ആ അത് തന്നെ. ആ വേണം. ഏത് വേണം? ഇതാണോ ഇഷ്ടായേ? പെക്സിന്റെ ആണോ ഇഷ്ടായ? എനിക്ക് മുയില് മൂന്നു ബൈക്ക്, കച്ചിട വണ്ടി പോലത്തെ ബൈക്ക് ആകാശത്ത് കൂടെ പോകുമ്പോ കാണിച്ചില്ലേ ഇത് ഹെലികോപ്റ്റർ, എയർപ്ലെയിൻ. ഹൈഡ്രജൻ ബലൂൺ. ഈ അത് മിഠായി അല്ല, ഹൈഡ്രജൻ ബലൂണാ. ഇത് കൊള്ളാട്ടോ. എനിക്ക് തോന്നുന്നു ചെറിയ പിള്ളേരൊക്കെ ഇപ്പോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആവുമ്പോ ഇങ്ങനൊരു സാധനം വാങ്ങിക്കുന്ന കേട്ടോ നല്ലത്. ശരിക്കും നല്ല രസമുണ്ട്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കാണുമ്പോ തന്നെ പിള്ളേര് കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി അതിലോട്ട് നോക്കിക്കോളും, നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോളും. പക്ഷെ രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ. 10 ബുക്ക് ഉണ്ട് ഇതിനകത്ത്. ബേർഡ്സ്, അനിമൽസ്, നമ്പേഴ്സ്, കളേഴ്സ്, ട്രാൻസ്പോർട്ട്, അങ്ങനെ കുറെ പൂച്ച. ഇതൊക്കെ എന്തായിട്ട് ആന. നമ്പേഴ്സിന്റെ ഒക്കെ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കണ്ട നല്ല രസമുണ്ട്. ഇങ്ങനെ എണ്ണി പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട്. നമുക്കാണെങ്കിലും കാണുമ്പോ കുറച്ചൊരു ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നുള്ളൊരു ഫീല്. അതോ അത് ഇത് കരടി, വെള്ളക്കരടി. അത് വേറെ എന്തോ ഒരു ജീവി. ചില ജീവികൾ ഏതാന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ. എന്തൊക്കെയോ കുറെ ജീവികളുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. 415 രൂപയ്ക്ക് വാങ്ങിച്ചതാ. ഇപ്പൊ എന്തോ ഓഫറിൽ അങ്ങനെ കിടക്കണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഞാനിത് നമ്മൾ വിഷ് ലിസ്റ്റിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ പിന്നീട് അത് റേറ്റ് കുറഞ്ഞപ്പോ വാങ്ങിച്ചതാണ്. ഇത് കൊള്ളാല്ലേ? കളറ് നോക്കറിയില്ല അല്ലേ? നമ്മള് ബേർഡ്സ്, അനിമൽസ് ഒക്കെയാ നോക്കിയിട്ടുള്ളത്. ആ അതെ, ഫ്രൂട്ട്സ് കണ്ട വാട്ടർമെലൺ ഒക്കെ നമുക്ക്. ഇവ തണ്ണിമത്തനില്ലേ നമ്മള് കഴിക്കുന്നേ? തണ്ണിമത്തൻ കണ്ട തണ്ണിമത്തൻ. എല്ലാം എടുത്ത് നോക്കുക കേട്ടോ. ഓരോ ബുക്ക് ഓരോ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നീല. ആ ഈ ഒരു ഏജ് ആകുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്താലും ഒക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു ഏജ് ആകുമ്പോൾ ഇത് വാങ്ങിച്ചാൽ നല്ല കേട്ടാ. ശരിക്കും ഉപകാരപ്പെടും. ക്ലിയറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും മെയിൻ ഫോക്കസ് ആയിട്ട് തോന്നിയിരുന്നതില്. പിന്നെ നമ്മൾ സാധാരണ ബുക്ക് വാങ്ങിക്കുമ്പോ എന്തായാലും ഇവരിങ്ങനെ തിരിയും വലിയായിട്ട് ക്ലിയറും. ഇതാകുമ്പോ കുഴപ്പമില്ല. മെറ്റീരിയൽ ഒരുമാതിരി പ്ലാസ്റ്റിക് പോലെ നല്ല കട്ടിയുണ്ട്. ഓരോ പേജും ഭയങ്കര തിക്ക്. അതേ കണ്ട ഇത്രയും തിക്കാ ഒരു പേജ് എന്ന് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല, നല്ല നല്ല ഇതാ. എന്തായാലും കീറാൻ നോക്കി നടക്കില്ല. A few moments later. മയിലുണ്ടാ? മയില് കാണിച്ചു കൊടുക്കുവാണോ പാവയ്ക്ക്? ആ പാവേനും കൂടെ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. പാവയെല്ലാം പഠിച്ചോ? എല്ലാം പഠിപ്പിച്ചു കൊടുത്ത പാവയ്ക്ക്? ആ പാവയ്ക്ക് വയ്യെന്ന് പഠിച്ചിട്ട്, പാവയ്ക്ക് ഉറക്കം വരുന്നെന്ന് പഠിച്ചിട്ട്.